ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയം ഞങ്ങൾ കാമാഖ്യയിലേക്ക് പോകുന്നൊരു സമയമായിരിക്കും കേട്ടോ. പിന്നെ ഇത് ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ ഇപ്പോൾ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം ആൾക്കാർക്ക്. ഇത് നിങ്ങൾക്ക് കാണുന്ന സമയം ഞാൻ വീഡിയോ എടുക്കുന്ന സമയമായിട്ട് അതെങ്ങനെ കണക്റ്റ് ആകുമെന്ന്. ഇത് എനർജി ബേസ്ഡ് ആയിട്ടാണ് ടാരോ റീഡ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ എപ്പോഴാണോ ഈ വീഡിയോ വരുന്നത് ആ ഒരു സമയമാണ് നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആകുന്നത്. അപ്പോൾ ഞാൻ കാമാഖ്യയിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഞാൻ അവിടെ എല്ലാം കാണിച്ചു തരാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. വീഡിയോ ഒക്കെ ഇട്ട് തരാം. ലൈവ് വരാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ലൈവ് വരാൻ പറ്റുമെങ്കിൽ വരാം. പിന്നെ 2 ദിവസം ഞങ്ങൾ കാമാഖ്യയിലുണ്ട് കേട്ടോ. 11ഉം 12ഉം ഞങ്ങൾ ഓരോ കാമാഖ്യയിലുണ്ട്. അപ്പോൾ 10-ാം തീയതി എത്തുമെങ്കിലും, ഇന്ന് വൈകുന്നേരം എത്തുമെങ്കിലും നാളെയും മറ്റന്നാളും ഒക്കെ ഞങ്ങൾക്ക് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ദേവിയുടെ അനുഗ്രഹം നമുക്ക് നോക്കാം. നാളെ അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് തരാമെന്നാണ് ഞാൻ വിചാരിക്കണത്. നോക്കാം. പിന്നെ അറിഞ്ഞൂടാ, അവിടുത്തെ ഒരു നിശ്ചയം പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. അവിടെ നിന്ന് എന്താണോ നിശ്ചയിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ നിന്ന് നിശ്ചയിച്ചിരിക്കുന്ന പോലെ നടക്കട്ടെ. സറണ്ടർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കാട്ടാ, എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. 9 of Swords, Star, Ace of Swords, King of Pentacles, Justice, 3 of Swords, Ten of Pentacles. ബോട്ടം വന്നിട്ടുള്ളത് 8 of കപ്പിൻ്റെ എനർജിയാണ് കേട്ടോ. ഇന്നത്തെ ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത്, കുറേ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മളുടെ ജീവിതത്തിൽ. പാസ്റ്റാണ്. ഇപ്പം പക്ഷേ നമ്മളുടെ ഫ്യൂച്ചറിലും നമ്മളുടെ ഈ ഒരു സമയത്തും നമുക്ക് മുന്നോട്ട് നോക്കുമ്പം നമുക്ക് ജീവിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പ്രതീക്ഷകളുണ്ട്. പക്ഷേ നമ്മളത് ആ ഒരു കാര്യങ്ങൾ നമ്മളിപ്പോൾ കാണാൻ ശ്രമിക്കുന്നത്, നല്ലതും ചീത്തയും കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇത് ഈ ഒരു 8 of കപ്പ് പറയുന്നത്. നഷ്ടപ്പെട്ടു പോയ കാര്യത്തെ വിട്ടുകളഞ്ഞ് നിങ്ങൾ നിങ്ങൾ ഈ മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്, ഒരു ആവേശമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കാരണം തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എവിടുന്നോ ഒരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയാലും നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ എനിക്ക് പറ്റുമെന്നുള്ളൊരു ദൈവത്തിൻ്റെ ഒരു വാക്ക് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളത് വിട്ട് കളയാൻ തയ്യാറല്ല. ചിലപ്പോൾ ഇത് ജോലിയായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന എന്തോ കാര്യം നഷ്ടപ്പെട്ടു പോയിരിക്കും. ചിലപ്പോൾ ജോലിയോ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ കരുതിയിരുന്ന നിങ്ങളുടെ വീടോ വസ്തുവോ, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ പൂർണ്ണമായിട്ടും വിട്ടുകളയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളൊരു ഉത്തമ വിശ്വാസം നിങ്ങൾക്കുള്ളത് കൊണ്ട് ഒന്നുകൂടി ഒന്ന് പൊരുതി നോക്കിയാലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇന്നത്തെ ദിവസം. ഇത് നിങ്ങളുടെ എനർജിയാണ് കേട്ടോ ഞാൻ പറയണത്. നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതല്ല, നിങ്ങളുടെ എനർജിയാണ്. അപ്പോൾ ഞാൻ ഇനിയും ഇതിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇത് തിരിച്ച് പിടിക്കും, അങ്ങനത്തെ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പം പലപ്പോഴും പല സമയങ്ങളിലും നമ്മൾ അത് വിട്ടുകളഞ്ഞത് പൊക്കോട്ടെ, അതെനിക്കുള്ളതല്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഇന്ന് വിട്ടുകളഞ്ഞത് എനിക്കുള്ളത് ഞാൻ തിരിച്ച് പിടിച്ചിരിക്കും, ഞാനത് വിട്ടുകൊടുക്കൂല എന്നുള്ളൊരു ചിന്തയാണ് ഉള്ളതെന്നാണ് കാണുന്നത്. ഇതിൽ പിന്നെ വന്നിട്ടുള്ളത് ഒരു 9 of Swordsൻ്റെ എനർജിയാണ്.
ഇന്നലെ രാത്രി ചിലപ്പോൾ കുറേ ആൾക്കാർ ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കാം, ദുസ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തോ കാര്യം ആലോചിച്ച് ഭയപ്പെടുന്നു. അത് ഇപ്പം നടന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചല്ല, ഇനി വരാനിരിക്കുന്ന എന്തോ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കുമോ, അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ കുറേ മുറിപ്പാടുകളുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ പാസ്റ്റിൽ നടന്ന കുറേ കാര്യങ്ങളുടെ മുറിപ്പാടുകൾ പൂർണ്ണമായിട്ടും ഉണങ്ങിയിട്ടില്ല. പക്ഷെ നിങ്ങൾ അത് വിചാരിച്ചിട്ടല്ല ഭയപ്പെടുന്നത്, നിങ്ങൾ മുന്നിലേക്ക് ഇതെങ്ങനെ പോകുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു, ആവശ്യമില്ലാത്ത ചിന്തകൾ നിങ്ങളെങ്ങനെ ഒരുപാട് എവിടേക്കോ കൊണ്ടുപോകുന്നു എന്നാണ് കാണുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഇതൊന്നും നമ്മളുടെ കയ്യിലല്ല എന്ന് സറണ്ടർ ചെയ്ത് കൊടുക്കുക. ഈ പാസ്റ്റിൽ നടന്നതും ഇനി നടക്കാനിരിക്കുന്നതും എൻ്റെ കയ്യിലല്ല, ഞാനിത് വിട്ടുകൊടുക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെപ്പോഴും വിട്ടു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് നമ്മളിലേക്ക് തിരിച്ചെത്തുന്നത്. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തിരിച്ച് ദൈവം നമ്മളിലേക്ക് എത്തിക്കുന്നത് പൂർണ്ണമായും നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കുമ്പോഴാണ്. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം സറണ്ടർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഇത് ചിലപ്പം നിങ്ങൾക്ക്, ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യം എനിക്കത് വേണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് കേട്ടോ. നഷ്ടപ്പെട്ടു പോയത് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ ഞാനിത് വിട്ടുകൊടുക്കൂല എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട്, കുറേ ആൾക്കാർ. അപ്പം നിങ്ങൾ അങ്ങനെ ഇത് നിങ്ങൾക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒന്നിനെക്കുറിച്ച് ആകുലതകൾ ഇല്ലാതെ, എനിക്ക് അറിഞ്ഞൂടെ ഭഗവാനെ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, എന്താണോ നല്ലതെന്ന് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് നല്ലത് എന്താണോ അതെനിക്ക് തരിക എന്ന് ചിന്തിച്ച് നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതിൽ സ്റ്റാറാണ്. അപ്പം ഇതിൽ കുറേ ആൾക്കാർക്കും ഇത് നിങ്ങളുടെ കയ്യിലില്ലാത്ത എന്തോ ഒരു കാര്യത്തെ നിങ്ങളിങ്ങനെ ബലമായിട്ട് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇത് ഒരു ന്യൂഡിറ്റി ഉള്ള കാർഡാണ്, അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമായിരിക്കില്ല, പക്ഷെ നിങ്ങൾക്കത് വേണം. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു, പക്ഷെ ദൈവം അത് ഇച്ഛിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് പൂർണ്ണമായും ഒരു ഇഷ്ടത്തോടെ അല്ല ചിലപ്പോൾ പാസ്റ്റിൽ അത് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് അത് തന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ വീണ്ടും അത് ബലം പിടിച്ച് നിങ്ങളത് വേണം എന്ന് വിചാരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇന്നത്തെ ദിവസത്തെ ഒരു എനർജി, നിങ്ങൾ മനഃപൂർവ്വം എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വേണം എന്ന് വിചാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇതെല്ലാവരും ആയിരിക്കില്ല, കുറച്ച് ആൾക്കാർ, കാരണം അവർക്കായിരിക്കും ഈ ആദ്യത്തെ മെസ്സേജ് കണക്റ്റ് ആകുന്നത്. അത് എനിക്ക് വേണം, എത്ര സ്ട്രഗിൾ ചെയ്തും ഞാനൊരു കാര്യം നേടിയെടുക്കും എന്ന് വിചാരിച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുടെ എനർജിയാണ്. അപ്പോൾ ഇത് സ്റ്റാറിൻ്റെ ഒരു ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഹീലിങ്ങിൻ്റെയാണ്. അപ്പം നിങ്ങൾ ഹീല് ചെയ്യാതെ വീണ്ടും എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആകുന്നുണ്ട്. ചിലപ്പോൾ ഒരു വാശി പോലെയോ എനിക്കത് വേണം എന്നുള്ളൊരു ചിന്തയോ ഒക്കെ ഉള്ള ആൾക്കാർ, നമുക്ക് ആ വാശി നല്ലതിനാണോ, എനിക്ക് ഇപ്പം ആ ഒരു കാര്യത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇതിലും ഒരു ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതും ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു മത്സര ബുദ്ധിയുണ്ട് നിങ്ങൾക്ക്. അപ്പം ഇന്ന് നിങ്ങൾ ഒരു മത്സരത്തിന് പോകാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുകൊടുത്ത് വിജയിക്കണം എന്നാണ് കേട്ടോ. ഇതെനിക്ക് കിട്ടിയേ തീരുള്ളൂ എന്നതിന് പകരം ഇത് ഞാൻ വിട്ടുകൊടുക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ഒന്ന് വിജയിക്കാൻ ശ്രമിക്കുക. നമ്മൾ മത്സരം എല്ലായ്പ്പോഴും നല്ലതല്ല. ചില കാര്യങ്ങളിലൊക്കെ മത്സരം ഓക്കെയാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളിലും മത്സരം ഓക്കെ അല്ല. അപ്പോൾ വിട്ടുകൊടുത്ത് ജയിക്കാൻ പഠിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ ആരോടും ഒരു വാക്ക് തർക്കത്തിനോ ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ള ആൾക്കാരോട് സംസാരിക്കാനോ ഒന്നും പോകാതിരിക്കുക. കാരണം നിങ്ങളുടെ ആ ഒരു ഓപ്പോസിറ്റുള്ള ആളും നിങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങളോട് മത്സരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആകും. കാരണം 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഒന്നാമതേ നമ്മളുടെ എനർജി ശരിയല്ല. അപ്പോൾ നമുക്ക് നമ്മളുടെ എനർജി അത്രയും പോസിറ്റീവ് അല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരോട് മത്സരിക്കാനുള്ളൊരിതും ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ വരും. അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് കാം ഡൗൺ ആകുക എന്നുള്ളതാണ്. ബ്രീത്തിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകാതിരിക്കുക. അതുകൊണ്ട് കേട്ടോ, റെസ്റ്റ് എടുക്കണം ഇന്നത്തെ ദിവസം, മത്സരത്തിന് പോകരുത് എന്നുള്ളതാണ്.
ഇതിൽ വീണ്ടും കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഇത് പൈസയുടെ കാര്യത്തിൽ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുടെ എനർജിയാണിത്. എന്തോ ഒരു ആവശ്യത്തിന് നിങ്ങൾക്ക് ചിലപ്പം പൈസ ഇന്നത്തെ ദിവസമോ നാളത്തെ ദിവസമോ പൈസ അത്യാവശ്യമായിരിക്കും. പക്ഷെ അത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പൈസ നിങ്ങളുടെ കയ്യിലില്ല. അപ്പം നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ ഉള്ള പൈസയിൽ ഞാൻ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ബാക്കി പൈസ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് നിങ്ങളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം കൂടുതൽ പ്ലാനിങ് ചെയ്യുന്ന ഒരു എനർജിയാണ്. പിന്നെ ഇനി ഇത് ആരെയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും, ഇതെങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണുള്ളത്. പിന്നെ ഇതിൽ അടുത്ത് വന്നിട്ടുള്ളത് ജസ്റ്റിസാണ്. എനിക്ക് നീതി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം. എനിക്ക് നീതി കിട്ടാത്തത് എന്തുകൊണ്ടാണ്, ഞാൻ വളരെ നല്ലതായിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് നീതി കിട്ടാത്തതെന്ന് വിചാരിച്ച് ഫ്രസ്ട്രേറ്റഡ് ആയ ആൾക്കാരുടെ എനർജിയാണ് ഇതിൽ കൂടുതലായിട്ടും കിട്ടിയത്. കാരണം നമുക്കെപ്പോഴും ഒരു വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്കൊരു ആശ്വാസം കൊടുക്കണം എന്നുള്ള രീതിയിലായിരിക്കും ആദ്യം ഈ ഒരു മെസ്സേജ് വന്നത്. നിങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്നുള്ളൊരു ബോധത്തോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ട. അടുത്ത് വന്നുള്ള 3 ഓഫ് സോർഡ്സിൻ്റെ ഒരു ഷാഡോയാണ് വന്നത്. ഭയപ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ ഒന്നുമില്ലാതെ പോകും എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ചാണോ ഭയപ്പെടുന്നത്, ആരോടാണോ മത്സരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് അതൊക്കെ വേണം എന്ന് തോന്നണത്, ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾ രക്ഷപ്പെടുന്നു. ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾ ആദ്യത്തെ ആ ഒരു മണിക്കൂറുകളിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ദേഷ്യവും ഫ്രസ്ട്രേഷനും ഉത്കണ്ഠയും ഒക്കെ മാറി നിങ്ങൾ ദൈവത്തിൽ കൂടുതൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു കുറേ വേണ്ടാത്ത ഇമോഷൻസ് ഒക്കെ റിലീസ് ചെയ്ത് വളരെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നാണ് ഇന്നത്തെ ദിവസം കാണുന്നത് കേട്ടോ. പിന്നെ ഇതിൽ കൂടുതൽ ആൾക്കാർക്കും ഒരു പൈസയ്ക്ക് ഒത്തിരി ആവശ്യമുണ്ട്. കുറേ വാതിലുകളിൽ മുട്ടുന്നു. കാരണം ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് ഏതോ ഒരു വാതിൽ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം, അതെന്താവുമെന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ എനർജിയാണ് പറയണത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ലോണിൻ്റെ കാര്യത്തിനായിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞത് നോക്കിയിരിക്കുന്നതായിരിക്കാം. കുറേ പൈസയുടെ ആവശ്യമുണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഈ ഒരു കാർഡിൽ കുറച്ച് കാർഡ്സ് നോക്കാം. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്, പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസസ്, ട്രയംഫന്റ് ആൻഡ് സക്സസ്. ഇതിൽ നിങ്ങൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകളിൽ നിങ്ങൾ ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഉത്കണ്ഠപ്പെട്ട് ആദ്യപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ ദൈവം തന്നെ മാറ്റിത്തരുന്നു എന്നുള്ളതാണ് കാണുക. ട്രയംഫന്റ് ആൻഡ് സക്സസ് ആണ്, ഏസ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പം അതായത് നിങ്ങൾക്കൊരു തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങളെ ഒരു നല്ല ഒരു ഇതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് ആണത്. അപ്പം നിങ്ങൾ 2 കാലും ഉറപ്പിച്ച് നിൽക്കുക. അതായത് നിങ്ങൾ ആകുലപ്പെടാതെ ഇരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിക്കുക. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം എനിക്ക് തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ, വളരെ ദൃഢമായ വിശ്വാസത്തിൽ നിൽക്കാനാണ് പറയുന്നത്. പിന്നെ പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസസ് ആണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം വേറെ ഏതെങ്കിലും വ്യക്തികൾ നിമിത്തം നിങ്ങൾക്കത് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെയോ നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരിലൂടെയോ, അത് കൂടുതലും കാശുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം എവിടെ നിന്നൊക്കെയോ നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. ഫൈനലി നിങ്ങളുടെ കുറേ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് പോകാനുള്ളൊരു വഴി കിട്ടുന്നു. പക്ഷെ അത് നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോഴാണ് നടക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും ഇത് എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ, എനിക്ക് തന്നേ പറ്റുള്ളൂ, ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ ഓവറായിട്ട് ഇങ്ങനെ ടെൻസ്ഡ് ആകും തോറും നമ്മളുടെ എനർജി മാറും തോറും നമുക്ക് ഈ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നടക്കൂല. അപ്പം നിങ്ങൾ അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ കാമായിട്ടിരുന്ന് നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കും എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഇനി ഭഗവാന്റെ മെസ്സേജ് എന്താണ്, ഇന്നത്തെ ദിവസം എന്താണ് ഭഗവാന് നിങ്ങളോട് പറയാനുള്ളതെന്നുകൂടി നോക്കാം.
വാട്ട് യു ലോസ്റ്റ് വാസ് നെവർ മെയ്ഡ് ഫോർ യു ആണ് വന്നിട്ടുള്ളത്. ക്ലിയർ നോ ആണ് ഇതിൽ. ഡോണ്ട് സ്റ്റോപ്പ് മൂവ് ഓൺ. നമുക്ക് നേരത്തെ വന്ന അതേ മെസ്സേജാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ വാട്ട് യു ലോസ്റ്റ് വാസ് നെവർ മെയ്ഡ് ഫോർ യു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്നതല്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ കാര്യം എനിക്ക് തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ, എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ, ഇതെനിക്ക് വേണം എന്ന് ഒറ്റക്കാലിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് ഈ ഒരു മെസ്സേജ് വന്നത്. നിങ്ങൾക്കുള്ള കാര്യമല്ല, നിങ്ങളുടെ കാര്യമായിരുന്നില്ല അത്, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്. അത് റിലേഷൻഷിപ്പ് ആകട്ടെ, പൈസ ആകട്ടെ, ജോലിയാകട്ടെ, എന്ത് തന്നെ ആയാലും അത് നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കാര്യവും ആയിരുന്നില്ല. ഒരു ഇടക്കാലത്തേക്ക് മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടുന്ന ഒരു കാര്യമായിരുന്നു നിങ്ങൾ ആ കുറച്ച് നാൾ ഉപയോഗിച്ചിരുന്നത്. അപ്പം അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്. അത് നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, ദൈവത്തിന് സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ നോയാണ്. അപ്പം ഇതും നിങ്ങൾക്ക് വേണ്ടാത്തൊരു കാര്യമായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ എന്തിനാണോ വാശി പിടിക്കുന്നത് അത് ഇപ്പം നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യമാണ്. ഇത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വാശി പിടിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. ആ വാശി പിടിക്കുന്നത് നിങ്ങളുടെ കാര്യമായിരുന്നു, നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമല്ല. നോയാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ചില കാര്യങ്ങളെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു കാര്യം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് പ്രയത്നിച്ചു, ഒരുപാട് കാര്യങ്ങൾ എഫേർട്ട് എടുത്തിട്ടും ആ ഒരു കാര്യം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അത് നമുക്കുള്ളതല്ല. അതിനാണ് സറണ്ടറിങ്. നമ്മൾ അർപ്പിച്ചു കൊടുക്കുക. നമ്മളെ വിശ്വാസം ഏറ്റവും കൂട്ടേണ്ട ഒരു സമയമാണ്. നമുക്ക് വേണ്ടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ഓവറായിട്ട് ചിന്തിച്ച് നമ്മൾ വിഷമിച്ചിരിക്കുന്നു. പക്ഷേ അത് നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കുമ്പം ദൈവം അതിന് എന്താണോ വേണ്ടത് അത് സംഭവിപ്പിക്കും. അത് നമ്മളിലേക്ക് വേണമെങ്കിൽ ഇപ്പം ചില ടൈം പീരീഡ് ആയിരിക്കും നമുക്കത് വേണ്ടാത്തത്. ആ ഒരു ടൈം പീരീഡിൽ നമ്മളത് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാതിരിക്കുക. അത് നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ അതില്ലാതെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുണ്ടായിട്ടായിരിക്കും. അപ്പം അത് ആ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളിലേക്ക് അത് ചിലപ്പോൾ വന്നേക്കാം. പിന്നെ ഇത് ഡോണ്ട് സ്റ്റോപ്പ് മൂവ് ഓൺ ആണ്. അപ്പം നിങ്ങൾ ഇപ്പം ചില സമയങ്ങളിലൊക്കെ എനിക്ക് എന്തുകൊണ്ടാണ് ഇതൊക്കെ കിട്ടാത്തത്, എനിക്ക് സംഭവിക്കാത്തത്, ഞാൻ വിളിക്കുന്ന ദൈവം, ഞാൻ വിളിക്കുന്ന വിളി കേൾക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ല എന്നൊക്കെ വിചാരിക്കുന്നത്. അതേ അങ്ങനെയല്ല. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. ഭഗവാൻ അവിടെ കേൾക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കിയ എല്ലാ കാര്യവും നിങ്ങൾക്ക് തന്നെ തരും. അത് ഇപ്പോഴല്ല, കുറച്ചു കാലം കഴിഞ്ഞായാലും നിങ്ങൾക്ക് തരും എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ ആ ഒരു സമയം വേണ്ട എന്നുള്ളതാണ് കേട്ടോ. എല്ലായ്പ്പോഴും അത് വേണ്ട എന്നുള്ളതായിരിക്കില്ല. ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അതില്ലാതെ ജീവിക്കേണ്ട ഒരു കാര്യമാണ്. അത് റിലേഷൻഷിപ്പിൽ ചില വ്യക്തികളാകാം, ചില ജോലിയാകാം, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ വിചാരിച്ച് വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങളാകാം. ഈ ഒരു സമയം ആ ഒരു കാര്യമില്ലാതെ നിങ്ങൾ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ വഴി ആ വിശ്വാസത്തോടുകൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോവുക. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, ദൈവം അവിടെ ഉണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. അതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ വിശ്വാസം വേണം കേട്ടോ. നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക. എനിക്കൊന്നും അറിഞ്ഞുകൂടാ, നമുക്ക് ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ദൈവത്തിൻ്റെ ഇച്ഛ പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ച് സറണ്ടർ ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. ചില സമയങ്ങളിലെങ്കിലും അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ഞാൻ ഹീൽ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അവിടെ ചെന്ന്. പിന്നെ നോക്കാട്ടോ, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ പോയി എനിക്ക് ഹീൽ ചെയ്യണം, പിന്നെ റീഡിങ് എടുക്കണം എന്നൊക്കെയാണ് വിചാരിച്ച് പോണത്. കാരണം അവിടുത്തെ ഒരു എനർജി വേറെയാണ്. അപ്പോൾ ആ ഒരു എനർജിയിൽ ഇരുന്ന് എനിക്ക് കുറച്ച് മെസ്സേജസ് എടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ദേവി ഇച്ഛയുണ്ടെങ്കിൽ ഇതൊക്കെ നടത്തി തരും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. ഞാൻ അവിടെ എത്തിയാൽ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. അപ്പോൾ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദേവി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കട്ടെ. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.